ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തേക്കാണ്. ഈ റൂട്ട് കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. നമ്മളിന്ന് പോകുന്നത് ആമ്പനാട് ഹിൽസിലേക്കാണ്, അഥവാ ആമ്പനാട് എസ്റ്റേറ്റിൽ പോകുന്നതിൻ്റെ തുടക്കം ഈ ഒരു റബ്ബർ എസ്റ്റേറ്റും ഈ അമ്പലപ്രദേശമൊക്കെ കഴിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. എസ്റ്റേറ്റിൻ്റെ ആദ്യമൊക്കെ ഈ കാണുന്ന പോലെ റബ്ബറും തോട്ടവും മാത്രമേ കാണാൻ കഴിയുള്ളൂ. കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോയാൽ മാത്രമേ നമ്മളൊരു ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യത്തുള്ളൂ. വളരെ വീതി കുറഞ്ഞ റോഡാണ്, ചെറിയ ഹൈ റേഞ്ചുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി തോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നത് ഇപ്പോൾ തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടവും അതിനിടയ്ക്ക് ഗ്രാമ്പു കൃഷിയും ഉണ്ട്. ഈ രണ്ട് വശത്തും ഗ്രാമ്പു അധികമുണ്ട്. ഏറ്റവും കൂടുതൽ ഗ്രാമ്പു കൃഷി ചെയ്യുന്നത് ആമ്പനാട് എസ്റ്റേറ്റിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്ന വ്യൂ പോയിൻ്റ് നമ്മൾ ആമ്പനാട് ഹിൽസിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപ്പോൾ ഫസ്റ്റ് കണ്ടത് ഈ കാഴ്ചയാണ്. തോട്ടം തൊഴിലാളികൾ അവർ പറിച്ചുകൊണ്ട് വന്ന ഇലകൾ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ആ കണ്ടത്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ തുടക്കത്തിൽ രണ്ട് വശത്തും ഉള്ളത് ഗ്രാമ്പു മരങ്ങളാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്കും ടാറിങ് റോഡെല്ലാം മാറി മണ്ണ് റോഡ്, ഈ കാണുന്ന രീതിയിലുള്ള റോഡുകളായി. രണ്ട് വശത്തും തേയിലത്തോട്ടമാണ്. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് തേയില കൃഷി മാത്രമാണുള്ളത്. നമ്മൾ പോകുന്ന റോഡിൻ്റെ രണ്ട് വശത്തും തേക്ക് മരങ്ങളുണ്ടെങ്കിലും കംപ്ലീറ്റ് ബാക്കിയെല്ലാം തേയില കൃഷിയാണ്. തോട്ടത്തിൽ കൂടെ വന്ന് ലാസ്റ്റ് നമ്മൾ ഈ കാണുന്ന മലയുടെ താഴെ വന്നെത്തി. അവിടെ നിന്നും കാണാൻ കഴിയുന്ന ഒരു മലയാണിത്. നല്ല വലിപ്പമുണ്ട്. ഇവിടം വരെയാണ് എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമുള്ളത്. ഈ കാണുന്ന ഏരിയയിൽ 2-3 കല്ലറകളൊക്കെ കാണാൻ കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ എസ്റ്റേറ്റിൻ്റെ ഈ ഒരു എക്സിറ്റ് പോയിന്റിൽ വന്നെത്തും. അവിടെ വന്നപ്പോൾ തോട്ടം തൊഴിലാളികളെല്ലാം തിരിച്ച് പോകുന്നുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് നേരെ ഇനി പോകുന്നത് റോസ്മലയിലേക്കാണ്. ആമ്പനാട് ഹിൽസിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ച് നല്ലപോലെ തളർന്നു പോയി നമ്മൾ എസ്റ്റേറ്റിൽ ബൈക്കെല്ലാം ഓട്ടിച്ച്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളിനി നേരെ റോസ്മല കയറാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു കയറ്റമാണ്. പക്ഷെ നിങ്ങൾക്കത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ബൈക്കിൽ 2 പേരുള്ളതുകൊണ്ട് അതുപോലെ പാടുണ്ട് കയറാനായിട്ട്. ഒരു കയറ്റം കഴിഞ്ഞ് പറഞ്ഞ അടുത്ത് നല്ല കുത്തിറക്കമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇറക്കത്തിൽ സ്പീഡിന് പോകാനും പറ്റില്ല. ഓരോ വളവിലും നമുക്ക് ശ്രദ്ധിച്ച് വേണം പോകേണ്ടത്. കാരണം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ് റോസ്മല റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മളത് സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഗൈസ്, ഞങ്ങളങ്ങനെ റോസ്മലയിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബൈക്ക് താഴെ പാർക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എല്ലാം എടുത്ത് നമുക്കിനി ഈ കാണുന്ന വഴി കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു 10-200 മീറ്റർ നടക്കാനുണ്ട് നമുക്ക്. ഈ പാറകൾക്കിടയിലൂടെയൊക്കെ നടന്നാണ് നമുക്ക് ആ വാച്ച് ടവറിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഈ കാണുന്ന പോലെ പാറകൾക്കിടയിലൊക്കെ നടന്ന് നമുക്ക് വാച്ച് ടവറിലെത്തണം. സെഞ്ചുറി വൈൽഡ് ലൈഫ് എന്നാണ് അറിയപ്പെടുന്നത് റോസ്മല. അപ്പോൾ നമുക്ക് മേളിലേക്ക് കയറുമ്പം നല്ലപോലെ വ്യൂ എല്ലാം കാണാൻ കഴിയും. ഒരു ലവ് ഷേപ്പിലുള്ള ഒരു ദ്വീപാണ് റോസ്മലയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മഴയ്ക്ക് മുന്നേ പെട്ടെന്ന് നടന്നെത്തി. കറക്റ്റ് നമ്മൾ ടവറിൻ്റെ അവിടെ എത്തിയതും മഴ പെയ്തു. ആദ്യം തന്നെ നമ്മൾ നേരെ മുകളിൽ കയറിയപ്പോൾ തന്നെ ഈ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.
ഈ കാണുന്നതാണ് റോസ്മലയുടെ ലവ് ദ്വീപ്. കണ്ടോ, ലവ് ഷേപ്പിലായതുകൊണ്ട് ലവ് ദ്വീപ് ആണ് ഇവിടെ അറിയപ്പെടുന്നത്. ബാക്കി കാണുന്നത് നമ്മൾ തെന്മല ഡാമിൻ്റെ റിസർവ് ഏരിയയാണ് കാണുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല. ആന വെള്ളം കുടിക്കാൻ വന്നിട്ട് തിരിച്ച് പോകുന്നതാണ് കാണുന്നത്. കണ്ടോ. അപ്പോൾ റോസ്മലയിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഗൈസ്.